ഹലോ ഗൈസ്, ഇന്നൊരു ഞായറാഴ്ചയാണ്. പിന്നെ ഇവളീ കാണിച്ചത് ഇവളുടെ പല്ലോ ഇതൊക്കെയാണ് കേട്ടോ. ഇന്നലെ ചേച്ചി ഉണ്ണിയോളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവളുടെ ഫ്രണ്ടിൽ എത്ര പല്ല് പോയി എന്നാട്ടാ കാണിച്ചത്. പിന്നെ ചേച്ചിക്ക് 2 ഉണ്ണിയോളാണ് കേട്ടോ. മൂത്തത് ഒരു ആൺകുട്ടി, രണ്ടാമത്താണ് കേട്ടോ അവള്. അങ്ങനെ അടുക്കളയിൽ പോയപ്പോൾ ചേച്ചി ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇവൾക്കാണെങ്കിൽ ചെറിയ ദോശയാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ദോശകളാണ് കേട്ടോ ഉണ്ടാക്കണം. അവൾ ബാക്കിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാട്ടോ എൻ്റെ ചേച്ചി. ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് കേട്ടോ. അതല്ലാണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഇവള് ദോശയായപ്പോഴേക്കും കഴിച്ചു തുടങ്ങിയിട്ടാ. ചട്നിയുടെ ആവശ്യമൊന്നും ഇവൾക്കില്ല. പിന്നെ അളിയനും അച്ഛനും ഇറയത്ത് സംസാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയൊക്കെ വർക്കിന് പോയി. എന്നിട്ട് കിട്ടുന്ന ഈ ഒരു ഞായറാഴ്ച വീട്ടിലെല്ലാവരും കൂടി രാവിലെ ചായയൊക്കെ കുടിച്ച് പിന്നെ എന്തെങ്കിലും നോണൊക്കെ മേടിച്ച് അങ്ങനെ ഫുഡൊക്കെ വെച്ചിരിക്കാൻ ഒരു പ്രത്യേകതയല്ല. അങ്ങനെ ദോശയും ചായയൊക്കെ ആയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പോഴാണ് മാമനും അമ്മയും വന്നത്. അവർ വന്നിട്ടാണ് ഞങ്ങൾ ചായ കുടിച്ചത്. ചായ കുടിച്ചതിന് ശേഷം പിന്നെ അച്ഛൻ പറഞ്ഞു മാർക്കറ്റിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാനും ഉണ്ണിയോട് കൂടിയിട്ടാണ് പോണേ. ഞങ്ങൾ പോർക്കും ചിക്കനും മേടിക്കാനായിട്ടാണ് പോണേ. അങ്ങനെ വണ്ടി എടുത്ത് മാർക്കറ്റിലെത്തി. ആദ്യം മേടിച്ചത് പോർക്കാണ് കേട്ടോ. ഇവളുടെ കയ്യിലുള്ള ഈ പൂവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൊട്ടിച്ചാട്ടാ. അതവിടെ തിരിച്ച് അവിടെ മാർക്കറ്റിൽ തന്നെ വീണു. പിന്നെ അത് എടുത്തില്ല. അങ്ങനെ ചിക്കനും മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടാണ്. ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വീട്ടിലെത്തിയിട്ട് റാപ്പ് ചെയ്തു. ഇവർ പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നു. ഞാൻ പിന്നെ കുളിച്ച് ഡ്രസ്സ് മാറി ബർത്ത്ഡേക്ക് പോയി. ബർത്ത്ഡേ ഞങ്ങളുടെ ഒരു ചേട്ടൻ്റെ ഉണ്ണിയാണ്. അപ്പോൾ ആ ഉണ്ണിക്ക് 1 വയസ്സാവണേൻ്റെയാണ് കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ പരിപാടി തുടങ്ങണുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഇവിടെ നിന്ന് നോക്കണം, ഇവനൊരു യൂട്യൂബറാണ് കേട്ടോ. പിന്നെ അടുത്ത് ഞങ്ങളാണ് സ്റ്റേജിൽ കയറി നിൽക്കുന്നത്. ഞാൻ ഈ ഫോൺ എടുത്ത് വീഡിയോ എടുക്കുന്നത് ഇവരിപ്പോൾ സെൽഫി എടുക്കും വിചാരിച്ച് നിൽക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് അടിച്ചു. ഫുഡൊക്കെ നന്നായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. വീട്ടിലെത്തിയപ്പോൾ നമ്മൾ രാവിലെ മേടിച്ച പോർക്കും ചിക്കനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു ഊണ് കഴിക്കാം. അപ്പം അമ്മ പറഞ്ഞതല്ലേ എന്ന് വെച്ച് ഞാൻ ഊണ് കഴിച്ചു കേട്ടോ. അപ്പോൾ ശരി കേട്ടോ.